ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷ മഹാസഖ്യത്തിൽ അതൃപ്തി പുകയുന്നു. സീറ്റ് വിഭജന ചർച്ചകളിലെ അനിശ്ചിതത്വം മുതലെടുത്ത് ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള ജാർഖണ്ഡ് മുക്തി മോർച്ച അഥവാ ജെഎംഎം തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസും രാഷ്ട്രീയ ജനതാദളുമായിട്ടുള്ള സഖ്യം പുനഃപരിശോധിക്കുമെന്നും ജെഎംഎം ജനറൽ സെക്രട്ടറി സുപ്രിയോ ഭട്ടാചാര്യ അറിയിച്ചു. ജെഎംഎം 12 സീറ്റുകളാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ കോൺഗ്രസും ആർജെഡിയും വഴങ്ങാതെ വന്നതോടെയാണ് ഈ കടുത്ത തീരുമാനമെടുത്തത്. ചകായ്, ദംദഹ, കറ്റോറിയ, പിർപൈന്തി, മണിഹരി, ജാമുയി തുടങ്ങി 6 സീറ്റുകളിൽ ജെഎംഎം മത്സരിക്കും. എന്നാൽ ഇതുവരെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. തങ്ങൾ മഹാസഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കില്ലെന്ന് ജെഎംഎം പാർട്ടി ജനറൽ സെക്രട്ടറി സുപ്രിയ ഭട്ടാചാര്യ സ്ഥിരീകരിച്ചു. ഈ മണ്ഡലങ്ങളിൽ നവംബർ 11 രണ്ടാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. ഒക്ടോബർ 14 ന്യായമായ സീറ്റുകൾ തങ്ങൾക്ക് അനുവദിച്ചില്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് ഒക്ടോബർ 11 തന്നെ കോൺഗ്രസും ആർജെഡിയും ഇടതു പാർട്ടികളും അടക്കമുള്ള ഇന്ത്യ സഖ്യ നേതാക്കളെ അറിയിച്ചിരുന്നുവെന്ന് സുപ്രിയ ഭട്ടാചാര്യ വ്യക്തമാക്കി. 2019 ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കോൺഗ്രസിനും ആർജെഡിക്കും പിന്തുണ നൽകിയിരുന്നു. ആർജെഡിക്ക് 7 സീറ്റുകൾ നൽകിയെന്ന് മാത്രമല്ല, അവരുടെ ഛാത്രയിൽ നിന്നുള്ള MLA മന്ത്രിയാക്കുകയും ചെയ്തു. 2024 ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പിലും ആർജെഡിക്ക് 6 സീറ്റ് നൽകുകയും ഒരു MLA മന്ത്രിയാക്കുകയും ചെയ്തുവെന്നും ഭട്ടാചാര്യ പറഞ്ഞു. NDAയിലും ഇന്ത്യ സഖ്യത്തിലും ഉൾപ്പോരുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജെഎംഎമ്മിനെ കൂടാതെ ബീഹാറിൽ ഒരു സർക്കാരും രൂപീകരിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തങ്ങൾ പോരാടുകയും വിജയിക്കുകയും ചെയ്യും. ബീഹാർ തിരഞ്ഞെടുപ്പിന് ശേഷം ജാർഖണ്ഡിലെ സഖ്യത്തിന്റെ കാര്യത്തിൽ പുനരാലോചന നടത്തുമെന്നും സുപ്രിയ ഭട്ടാചാര്യ വ്യക്തമാക്കി. NDA മുന്നണിയെ നേരിടാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ജെഎംഎം സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ജെഎംഎമ്മിന്റെ ഈ നീക്കം ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ സങ്കീർണമാക്കാൻ സാധ്യതയുണ്ട്. ആദ്യഘട്ട വോട്ടെടുപ്പിനായിട്ടുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വെള്ളിയാഴ്ച അവസാനിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ 121 സീറ്റുകളിലേക്ക് നവംബർ 6 വോട്ടെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിലെ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിവസം 1250 പേരാണ് പത്രിക സമർപ്പിച്ചത്. ജെഎംഎമ്മിന്റെ ഈ നീക്കം ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നവംബർ 6 നും 11 2 ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ്. നവംബർ 14 വോട്ടെണ്ണൽ.